മൂന്നാറിലെ കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് മദപ്പാടെന്ന് വനംവകുപ്പ്. മദപ്പാട് കണ്ടതോടെ ആനയെ നിരീക്ഷിക്കാനായി വാച്ചർമാരടങ്ങുന്ന പ്രത്യേക സംഘത്തെയും വനംവകുപ്പ് നിയോഗിച്ചു. കഴിഞ്ഞ വർഷം മദപ്പാട് കാലത്ത് പടയപ്പ അക്രമാസക്തനാവുകയും മൂന്നാർ മേഖലയിലെ ഇരുചക്ര വാഹനങ്ങളടക്കം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പതിവ് സാന്നിധ്യമായ കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് മദപ്പാട് കണ്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഇടത് ചെവിയുടെ ഭാഗത്തായാണ് മദപ്പാട് കണ്ടെത്തിയത്. മദപ്പാട് കണ്ടതോടെ ആനയെ നിരീക്ഷിക്കാനായി വാച്ചർമാരുടെ പ്രത്യേക സംഘത്തെ വനംവകുപ്പ് നിയോഗിച്ചു. ആർടി സംഘം പടയപ്പോടൊപ്പം ഉണ്ടാവും. ഇപ്പം കാര്യമായിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. ഒരു 3 ദിവസമായിട്ടാണ് നമ്മളിങ്ങനെ മസ്തിലാണെന്നുള്ള വിവരം നമുക്ക് ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയോടെയാണ് പടയപ്പയിൽ മദപ്പാട് കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം മദപ്പാട് കാലത്ത് പടയപ്പ അക്രമാസക്തനാവുകയും ഇരുചക്ര വാഹനങ്ങളടക്കം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരുടെ സാന്നിധ്യം കുറവായിരുന്ന മേഖലകളിലാണ് മുമ്പ് സ്ഥിരമായി പടയപ്പ എത്തിയിരുന്നത്. എന്നാൽ ശാന്ത സ്വഭാവം കാട്ടിയിരുന്ന പടയപ്പ അടുത്തിടെയാണ് ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്നത്. മൂന്നാറിലെ ഉൾവനങ്ങളിലേക്ക് പലപ്പോഴും നീങ്ങുമെങ്കിലും ലക്ഷ്മി, നല്ലതണ്ണി, നയമക്കാട്, കുറ്റ്യാർവാലി തുടങ്ങിയ മേഖലകളിലെ തൊഴിലാളി ലയങ്ങളിൽ ഉൾപ്പെടെ പടയപ്പ രാത്രികാലങ്ങളിൽ തമ്പടിക്കുകയാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.